Hi all, this is Mohammad Mafaz, your accounting faculty at Xylem Commerce Pro. നമ്മൾ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ CA ഫൗണ്ടേഷനിലെ പാർട്ട്ണർഷിപ്പ് ടോപ്പിക്കിൻ്റെ ഒരു ഓവർവ്യൂ സെഷനാണ്. ഓവർവ്യൂ സെഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം പാർട്ട്ണർഷിപ്പിൽ ഒരു 6 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 6 യൂണിറ്റ് കമ്പൈൻ ചെയ്ത് അതിൻ്റെ കൺസെപ്റ്റും അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കഷനാണ് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് പ്ലാൻ ചെയ്യുന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം CA ഫൗണ്ടേഷനിൽ പാർട്ട്ണർഷിപ്പിന് മാത്രമാണ് ഒരു 20 മാർക്സാണ് വെയിറ്റേജ് ഉള്ളത്. ലാസ്റ്റ് ഒരു 6 അറ്റംപ്റ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും 20 മാർക്ക് മാത്രം ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പിന് മാത്രം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു യൂണിറ്റ് എന്നല്ല 2-3 യൂണിറ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവർ നോർമൽ എന്ത് ചെയ്യാറുള്ളത് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അഡ്മിഷനും റിട്ടയർമെൻ്റ് ആണോ ചോദിച്ചുള്ളത്, അല്ലെങ്കിൽ അവർ ചോദിക്കാറുള്ളത് റിട്ടയർമെൻറ്റും ഡെത്തും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിസൊല്യൂഷനും ഇൻട്രൊഡക്ഷനും അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്ററിന് മാത്രം 20 മാർക്സ് എന്ത് ചെയ്യുള്ളത് CA ഫൗണ്ടേഷൻ അവർ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ സോർട്ട് ചെയ്യും? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പൊതുവെ എല്ലാ സ്റ്റുഡൻസും അറിയും ഇത് കുറേ പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പിൽ മാത്രം നമുക്ക് കുറേ പഠിക്കാനുണ്ട്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇത്രയില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കുറേ യൂണിറ്റ്സ് ഉണ്ട്. അപ്പം പൊതുവെ എല്ലാവരും കുറേ സ്റ്റുഡൻസ് ഇത് സ്കിപ്പ് ചെയ്യാറുള്ള ഒരു ഓപ്ഷൻസ് നോക്കാറുണ്ട്. പക്ഷേ ഒരു കാരണം വെച്ചാലും പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. കാരണം 20 മാർക്സ് വെയിറ്റേജ് കൊടുത്തുള്ളതാണ്. നമുക്കറിയാം ആ കൂടെ നമുക്ക് CA ഫൗണ്ടേഷനിൽ 120ൽ 100 മാർക്സ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ഒരു 20 മാർക്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിന് വരുന്ന സമയത്ത് CA ഫൗണ്ടേഷൻ്റെ 20 മാർക്സിൻ്റെ 2 ചോദ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 10 മാർക്സിൻ്റെ 2 ചോദ്യം വരുന്ന സമയത്ത് ഇവരിത് ഒരു ലോട്ടിലല്ല ഇടാറുള്ളത്, 2 ലോട്ടായിട്ടാണ് ഇവർ എന്ത് ചെയ്യുക, 10 മാർക്സിൻ്റെ ഒരു ലോട്ടിലും പിന്നെ ഒരു 10 മാർക്സിൻ്റെ വേറെ ലോട്ടിലായിട്ടാണ് ഇവർ എന്ത് ചെയ്യാറുള്ളത് ചോദിക്കാറുള്ളത്. അപ്പോൾ ഒരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ ഒരു 10 മാർക്ക് മിസ്സാവും എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ ഒരു കാരണം വെച്ചാലും CA ഫൗണ്ടേഷൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, പാർട്ട്ണർഷിപ്പ് ടോപ്പിക് ഒരു സ്കിപ്പ് ഓപ്ഷണൽ ലെവലിൽ എന്ത് ചെയ്യരുത്, കൺസിഡർ ചെയ്യരുത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പാർട്ട്ണർഷിപ്പ് ചാപ്റ്റർ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, അതിന് ഏത് രീതിയിലാണ് നിങ്ങളിത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിത് ഗെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ യൂണിറ്റിനും ഒരു ഓവർവ്യൂ ആയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക പോകുന്നുണ്ടാവുക. അതിൽ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ വെച്ച് എന്ത് ചെയ്യും, നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു ചാപ്റ്റേഴ്സ് ഞാൻ ഒരു 3 പാർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 6 യൂണിറ്റാണ് നമുക്കുള്ളത്. യൂണിറ്റ് 1, 2, 3, 4, 5, 6. യൂണിറ്റ് 1 എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 ഗുഡ് വിൽ കാൽക്കുലേഷൻ, 3 അഡ്മിഷൻ, 4 റിട്ടയർമെൻറ്റ്, 5 ഡെത്ത്, 6 ഡിസൊല്യൂഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷനും ഗുഡ് വില്ലും ഒരു പാർട്ടായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്, ക്ലാസിഫൈ ചെയ്യുന്നുള്ളത്. പിന്നെ അഡ്മിഷനും സെക്കൻഡ് പാർട്ട് 2, പിന്നെ റിട്ടയർമെൻറ്റ് ഡെത്ത് പാർട്ട് 3, ആൻഡ് ആഫ്റ്റർ ഓൾ ലാസ്റ്റ് വൺ പാർട്ട് 4 ഡിസൊല്യൂഷൻ. അപ്പോൾ ഒരു 4 പാർട്ടായിട്ടാണ് ഈ സെഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ പാർട്ട് 1 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ, അതായത് നമുക്കിപ്പം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള യൂണിറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതേപോലെ തന്നെ ഗുഡ് വിൽ കാൽക്കുലേഷൻ ബേസിക്കലി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള യൂണിറ്റ് 3, 4, 5, 6 ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പാർട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പാർട്ട്ണർഷിപ്പ് ചാപ്റ്റർ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഓവർവ്യൂ സെഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ തിയറിറ്റിക്കൽ പാർട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നോളേജും അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇത് ഓൾറെഡി നിങ്ങൾ ലോയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ആക്ടിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ട്സിൽ വരുന്ന തിയറിറ്റിക്കൽ നോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ്ങിലെ നോട്ട്സ് മാത്രം, തിയറിറ്റിക്കൽ നോട്ട്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇത് ഫസ്റ്റ് അവർ കൊടുത്തുള്ള പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ നമുക്കറിയാം മിനിമം എത്ര പാർട്ട്നേഴ്സാണ്, 2 പാർട്ട്നേഴ്സാണ്, മാക്സിമം 50 പാർട്ട്നേഴ്സ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇവരെന്ത് ചെയ്യാം, തിയറിറ്റിക്കൽ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം 2 രീതിയിലാണ് ഈ തിയറിറ്റിക്കൽ മാർക്സിന് വെയിറ്റേജ് കൊടുക്കും. ഒന്ന് 4 മാർക്സ് പിന്നെ ഒരു 5 മാർക്സ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ 4 മാർക്സിനോ 5 മാർക്സിനോ ഇവരെന്ത് ചെയ്യാം, ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ഓർ LLP എന്ത് ചെയ്യാം, എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏകദേശം 14 ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു 5-6 എന്ത് ചെയ്യുക, എല്ലാം വായിച്ചു നോക്കുക, എല്ലാം മനസ്സിലാക്കി വെക്കുക. കാരണം എക്സാമിന് ഓർമ്മ വരുന്നത് വെച്ചാൽ ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റിട്ടേൺ ഡൗൺ ചെയ്യുക. ഓക്കെ, പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, അറിയാം എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ ദ റിട്ടേൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സിനാണ് നമ്മൾ എന്താ പറയുക, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. പാർട്ട്ണർഷിപ്പ് ഡീഡ് കമ്പൽസറി ആണോ, അല്ല അത് ഓപ്ഷനാണ്. വേണമെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കാണ്ട് വെക്കുക, അത് കംപ്ലീറ്റ്ലി അവരുടെ ചോയ്സ് ആണ്. പക്ഷേ ഡീഡ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സർട്ടൻ റൂൾസ് ഉണ്ട്. അതാണ് റൂൾസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, ഇതിലൊരു 5 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ റൂൾസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്സിനാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇനിയും എക്സ്പെക്ട് ചെയ്യാൻ ചോദിച്ച ചോദ്യം ഇവർ റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? നോ പാർട്ട്നേഴ്സ് ഹാസ് റൈറ്റ് ടു സാലറി. ഒരു പാർട്ട്ണറിനും സാലറി എടുക്കാനുള്ള റൈറ്റ് ഇല്ല ഡീഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ.
ഓക്കെ. പിന്നെ നോ ഇൻട്രസ്റ്റ് ടു ബി അലോൺ ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല. അടുത്തത് നോ ഇൻട്രസ്റ്റ് ടു ബി ചാർജ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല. പിന്നെ ഇൻട്രസ്റ്റ് അറ്റ് റേറ്റ് ഓഫ് 6% പെർ ആനം ഈസ് ടു ബി അലോഡ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. ഏതെങ്കിലും പാർട്ട്ണർ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ മുകളിൽ 6% മാത്രമേ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഡീഡ് ഉണ്ടാക്കിയാലും 6% മിനിമം എന്ത് ചെയ്യണം, കൊടുക്കണം. ഡീഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്രയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ പേഴ്സൺ കൊടുത്താൽ മതി. പിന്നെ ഫൈനലി പ്രോഫിറ്റ് ആൻഡ് ലോസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി. അപ്പോൾ ഈ 5 റൂൾസാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ്. ഈ റൂൾസ് എന്ന് പറയുന്നത് ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. ആക്ട് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ്. അതായത് ഡീഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ 5 റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ. നോ പാർട്ട്ണർ റൈറ്റ്. ഒരു പാർട്ട്ണർ സാലറി എടുക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി. ഒരു പാർട്ട്നേഴ്സിനും സാലറി എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഡീഡ് ഉണ്ടാക്കണം. ഡീഡിൽ അത് എന്ത് ചെയ്യണമായിരുന്നു, മെൻഷൻ ചെയ്യണം. എന്നാൽ പാർട്ട്നേഴ്സിന് എന്ത് എടുക്കായിരുന്നു, സാലറി എടുക്കായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, ആർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ്. എന്തിനാണ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് മുകളിൽ അവർക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്ക് കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ്. പക്ഷേ ഡീഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുക്കാൻ പറ്റില്ല. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വെച്ചാൽ എന്താണെന്നുള്ളത് അതും നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വെച്ചാൽ ആർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ്, പാർട്ട്നേഴ്സ് ബിസിനസ്സിന് കൊടുക്കണം. എന്തിനാണ് പാർട്ട്നേഴ്സ് ബിസിനസ്സിന് കൊടുക്കുന്നത്, പാർട്ട്നേഴ്സ് ആണല്ലോ പേഴ്സണൽ യൂസ് കൊണ്ട് ഡ്രോയിങ്സ് എടുക്കുക. ഓക്കെ. അപ്പോൾ ഡ്രോയിങ്സ് എടുക്കുന്നതിന് മുകളിൽ പാർട്ട്നേഴ്സ് ഇൻ റിട്ടേൺ കൊടുക്കേണ്ട ഒരു എക്സ്ട്രാ എമൗണ്ട് ആണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് മീനിങ് മനസ്സിലാക്കി വെക്കുക. പിന്നെ പാർട്ട്നേഴ്സ് ലോൺ, ഏതെങ്കിലും പാർട്ട്ണർ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊവൈഡ് ചെയ്ത ലോണിൻ്റെ മുകളിൽ 6% മിനിമം കൊടുക്കണം. ഡീഡ് ഉണ്ടാക്കിയിട്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കണം കമ്പൽസറി ആണ്. ഡീഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മിനിമം 6% കൊടുക്കണം. ഡീഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 7 10 3 4 എത്രയാണോ മെൻഷൻ ചെയ്തത് അത് കൊടുത്താൽ മതി. ഓക്കെ. ഫൈനലി പാർട്ട്നേഴ്സിനായിട്ട് ഡീഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്താണ്, ഈക്വൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഓക്കെ. അതിപ്പോൾ ക്യാപിറ്റൽ ഇപ്പം എൻ്റെത് 5 lakh, എയും ബി ആണെന്ന് ചോദിക്കാം. എൻ്റെ 5 lakh, ബീൻ്റെ 3 lakh. നമ്മളെന്താ അസ്യൂം ചെയ്യുക, 5:3 ആണെന്നോ. അല്ല, ഡീഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ പാർട്ട്നേഴ്സ് എത്ര ക്യാപിറ്റൽ ആവട്ടെ, അവർ എത്രയാണോ കൂടുതലോ കുറവോ ഒരേപോലെയാണോ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്താണ്, ഈക്വൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. കൂൾ. അപ്പം ഇതാണ് റൂൾസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് ആണ്. ഓക്കെ. കാരണം നമുക്ക് ഈ അഡ്മിഷനിൽ, അതായത് യൂണിറ്റ് 3 മുതൽ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, ഈ 4 യൂണിറ്റിൽ നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാനുള്ളത് ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ ബേസിക്കലി ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ് ക്ലോസിംഗ് എൻട്രി ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറ്റും. എന്നാൽ പോലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. നമുക്കറിയാം ക്യാപിറ്റൽ ബിസിനസ്സിൽ എന്താണ്, ലാബിലിറ്റി ആണ്. എന്തുകൊണ്ട് ലാബിലിറ്റി ആയി, ഓണർ ഇട്ട പൈസ ഓണറിന് എന്ത് ചെയ്യണം, ബിസിനസ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ലാബിലിറ്റി അല്ലേ, ലാബിലിറ്റിൻ്റെ ഓപ്പണിംഗ് ഏ സൈഡിലാണ് വരാം, ക്രെഡിറ്റ് സൈഡിലാണ് വരാം, ബൈ ബാലൻസ് ബ്രോ ഡൗൺ അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇനിയിപ്പം ഒരു പാർട്ട്ണർ അഡീഷണൽ ക്യാപിറ്റൽ ഇട്ടു, ബിസിനസ്സിലെ ക്യാപിറ്റൽ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. എന്താ ജേണൽ എൻട്രി വരാം, ക്യാഷ് അക്കൗണ്ട് എക്ടർ ടു ക്യാപിറ്റൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എക്ടർ ടു ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരിക, ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക്. ആണോ ഇല്ലയോ, ആണ്. ഓക്കെ. ഇനിയിപ്പം നമുക്ക് ഇയർ എൻഡ് ആകുമ്പോൾ അവർ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടിയാൽ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക, നമ്മൾ ക്യാപിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഏത് അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, നോർമലി പി ആൻഡ് അക്കൗണ്ട് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം പി ആൻഡ് അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക, നിങ്ങൾക്ക് ക്ലോസിംഗ് എൻട്രി അറിയേണ്ടതാണ്. ഓക്കെ, ക്ലോസിംഗ് എൻട്രി ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതൊരു ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ടാണ് വരക്കുന്നത് വിചാരിച്ചോട്ടോ, ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് നോർമലി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇത് ഏത് അക്കൗണ്ടാണ്, പി ആൻഡ് എൽ അക്കൗണ്ടും. ഇത് ഏത് അക്കൗണ്ടാണ്, ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഒരു 20,000 സപ്പോസ് കിട്ടിയെന്ന് വെച്ചോ, 20,000 കിട്ടി. നമ്മൾ എന്താ ചെയ്യുക, നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റ് നേതും എൻ്റെ ബാലൻസ് ഷീറ്റ് വരക്കും എന്ത് ചെയ്യും, ആ ക്യാപിറ്റൽ കൂടെ ആഡ് ചെയ്യും. ശരിക്കും ഇതൊരു എൻട്രി പാസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക നോർമലി. ഓക്കെ, ഈ നെറ്റ് പ്രോഫിറ്റ് നേതേണ്ട പകരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടു ക്യാപിറ്റൽ നേതാം, ടു ക്യാപിറ്റൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ എൻട്രി എന്താണ്, ഇത് ഏത് അക്കൗണ്ടാണ്, പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ബാലൻസ് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻട്രി എന്താ വരിക, ഇത് പി ആൻഡ് എൽ അക്കൗണ്ട് അല്ലേ, ടു ക്യാപിറ്റൽ നേതുമ്പോൾ അതിൻ്റെ എൻട്രി എന്താ, പി ആൻഡ് എൽ അക്കൗണ്ട് ഡെക്റ്റഡ് ടു ക്യാപിറ്റൽ 20,000. ക്ലിയർ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എന്തുകൊണ്ട് ക്രെഡിറ്റ് ആയി, ക്യാപിറ്റൽ കൂടി, കാരണം പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൂടുതലല്ലേ ചെയ്യുക. ഇതാണ് ക്ലോസിംഗ് എൻട്രി അല്ലേ. അപ്പോൾ ഈ എൻട്രീൻ്റെ പോസ്റ്റിംഗ് ആണ് അവിടെ നമ്മൾ നേരത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചത്. അപ്പം ഇങ്ങനെയാണ് എൻട്രി വരുന്നെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരിക, ബൈ പി ആൻഡ് എൽ. അതാണ് ഇവിടെ എഴുതിയത്, ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് പ്രോഫിറ്റ്. ക്ലിയർ ആയോ. അപ്പോൾ എങ്ങനെ ആ പി ആൻഡ് എൽ വന്നതെന്ന് ക്ലിയർ ആയോ. ഇനിയിപ്പോൾ സപ്പോസ് ലോസ് ആണെന്ന് ചോദിച്ചോ. ഓക്കെ, സപ്പോസ് ഇപ്പോൾ അത് ലോസ് ആണ്. ഓക്കെ, ലോസ്. അപ്പോൾ ലോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക ഒരു
20,000 ലോസ് ആണെന്ന് തന്നെ വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും നെറ്റ് ലോസ് നടത്തിയതും ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ പ്രസൻറ്റ് നമ്മൾ എന്ത് ചെയ്യും മാനുവലി മൈനസ് ചെയ്തിട്ടാണ് കാണിക്കുക. പക്ഷേ ഒരു എൻട്രി വരുന്നില്ല. നമുക്കൊരു ക്ലോസിംഗ് എൻട്രി പ്രകാരം എങ്ങനെയാണ് വരിക? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ബൈ നെറ്റ് ലോസ് ബൈ ക്യാപിറ്റൽ എന്ന് എഴുതും. എന്താണ് ബൈ ക്യാപിറ്റൽ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻട്രി എന്താ വരിക? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു P&L അക്കൗണ്ട് എത്രയാ? 20,000. ഇതാണ് ക്ലോസിംഗ് എൻട്രി. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ക്യാപിറ്റൽ ഡെബിറ്റ് ആയി? എന്തുകൊണ്ട് ക്യാപിറ്റൽ ഡെബിറ്റ് ആയി? ക്യാപിറ്റൽ കുറഞ്ഞു. ലോസ് വരുമ്പോൾ ക്യാപിറ്റൽ കുറയല്ലേ ചെയ്യുക. അതുകൊണ്ട് ക്യാപിറ്റൽ കുറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരിക? ടു P&L അക്കൗണ്ട്. അപ്പം എല്ലാവർക്കും ആ P&L എങ്ങനെ വന്നത് മനസ്സിലായില്ലേ? ഓക്കെ, ആദ്യം നിങ്ങൾ ഇത് എന്തെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കറക്റ്റ് എൻട്രി എഫക്റ്റ് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, പക്ഷേ ഇതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് പറഞ്ഞുതരാം എങ്ങനെ ഇത് മനസ്സിലാക്കണം എന്നുള്ള നിങ്ങൾക്ക് ഓർത്തിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ആദ്യം ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണം. എങ്ങനെയാണ് ഈ എൻട്രി എല്ലാം ബൈ ഹാർട്ട് ചെയ്തത്. കാരണം ഇൻ കേസ് നമ്മൾ ഫ്യൂച്ചറിൽ ആരും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പം ആ നോളേജ് ഗെയിൻ ചെയ്യാന്നുള്ളത് കമ്പൽസറി ആണ്. പ്ലസ് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും. ലൈക്ക് ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഈസി ആയിട്ട് ഞാൻ അത് പറഞ്ഞുതരും. ഓക്കെ, ഗുഡ്. അപ്പം ഇതൊക്കെ ക്ലിയർ അല്ലേ? വെരി ഗുഡ്. ഇനിയിപ്പം ഡ്രോയിങ്സ്. നിങ്ങൾക്കറിയാം ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ എന്താ? ഓണർ പേഴ്സണൽ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് എടുക്കുന്നതാണ്. എന്തെടുക്കുന്നതാണ്? എന്തും ബിസിനസ് ഓൺ ചെയ്യുന്ന എന്തും അവനെടുത്താൽ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രോയിങ്സ് എന്ന് പറയുക. നോർമലി എടുക്കുന്ന ക്യാഷ് ആയിരിക്കും അല്ലെങ്കിൽ ഗൂഡ്സ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഓണർ പേഴ്സണൽ യൂസ് ചെയ്തുകൊണ്ട് ഗൂഡ്സ് എടുത്തെന്ന് വെച്ചു ഒരു 2,000. നമ്മൾ എന്താ ആദ്യം ജേർണൽ എൻട്രി ചെയ്താൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എത്രയാ? അല്ലെങ്കിൽ ഗൂഡ്സ് ആണ് എടുത്തെങ്കിൽ ടു പർച്ചേസ്. ഇങ്ങനെയല്ല നമ്മൾ എൻട്രി ചെയ്താൽ ആണ്. പക്ഷേ എന്നിട്ട് നമ്മൾ ഈ ഡ്രോയിങ്സ് എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ നിന്ന് മൈനസ് അല്ലേ ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാപിറ്റൽ നമ്മൾ ഈ ഡ്രോയിങ്സ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. പക്ഷേ ഇതൊരു എൻട്രി വൈസ് നമുക്കൊരു ക്ലോസിംഗ് എൻട്രി വരെ നമുക്കിത് പാസ് ചെയ്തൂടെ? നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഡ്രോയിങ്സ് എത്രയാ? 2,000. അപ്പോൾ നോക്കി ഡ്രോയിങ്സ് അവിടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. കാരണം ഡ്രോയിങ്സിൻ്റെ ബാലൻസ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇവിടെ ക്യാപിറ്റൽ എന്തുകൊണ്ട് ഡെബിറ്റ് ആയി? ക്യാപിറ്റൽ കുറഞ്ഞു. നമ്മൾ മാനുവലി ബാലൻസ് ഷീറ്റിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട പകരം ഈ എൻട്രി പാസ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്തുകൂടെ? ക്ലോസ് ചെയ്യാം. അപ്പം എന്താ ജേർണൽ എൻട്രി? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഡ്രോയിങ്സ്. അതായത് നമ്മൾ ഈ എൻട്രി നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? ആ എൻട്രി പാസ് ചെയ്യും. പക്ഷേ ഇയർ എൻഡ് ആകുന്ന സമയത്ത് ഈ ഡ്രോയിങ്സിൻ്റെ ബാലൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്ഫർ. ആ ലാസ്റ്റ് പാസ് ചെയ്യുന്ന എൻട്രിയാണ് ഞാൻ താഴെ എഴുതിയിട്ടുള്ളത്. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഡ്രോയിങ്സ്. എന്തുകൊണ്ട് ക്യാപിറ്റൽ ഡെബിറ്റ് ആയി? ക്യാപിറ്റൽ കുറഞ്ഞു. കാരണം ഓണർ പേഴ്സൺ യൂസ് എടുത്ത് പിന്നെ അവൻ്റെ ക്യാപിറ്റൽ ബിസിനസ്സിലുള്ള ലാബിലിറ്റി അത്രയും കുറയണ്ടേ? ഇനി ബിസിനസ് അവനക്ക് പഴയ എമൗണ്ട് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരിക? ഈ എൻട്രി ഇങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരിക? ടു ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ ഈ യെല്ലോയിൽ മാർക്ക് ചെയ്തൊക്കെ ക്ലിയർ അല്ലേ? ഓപ്പണിംഗ് ഇട്ടു, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ പോസ്റ്റിംഗ് വരെ, എങ്ങനെ എൻട്രി വരെ അതിൻ്റെ പോസ്റ്റിംഗ് എന്ന് മനസ്സിലായി. പ്രോഫിറ്റ് വരുമ്പോൾ എങ്ങനെ പോസ്റ്റിംഗ് വരുന്നത് മനസ്സിലായി. ലോസ് വരുമ്പോൾ എങ്ങനെ പോസ്റ്റിംഗ് വരുന്നത് മനസ്സിലായി. ഡ്രോയിങ്സ്. കാരണം കുറേ ആക്കി ഡ്രോയിങ്സ് ഡൗട്ട് ഉണ്ട്. സാർ ഡ്രോയിങ്സിന് എൻട്രി ക്യാപിറ്റൽ അല്ലോ. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഫർണിച്ചർ, ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ്, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് വന്നേ ആ എൻട്രി അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ആ എൻട്രിന് ശേഷം ഒരു ക്ലോസിംഗ് എൻട്രി വരുന്നുണ്ട്. ആ ക്ലോസിംഗ് എൻട്രിൻ്റെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി നെക്സ്റ്റ് ജനറൽ റിസർവ്. എന്താണ് ഈ ജനറൽ റിസർവ്? ഓൾറെഡി നിങ്ങൾ സെഷനിൽ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ജനറൽ റിസർവ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ട്, പ്രോഫിറ്റ് നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ്. പർപ്പസ് ഉണ്ടോ? ഒരു ഇൻറ്റൻഷൻ ഉണ്ടോ? പ്രൊവിഷൻ പോലെയാണോ? അല്ല, പ്രൊവിഷൻ ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രോഫിറ്റ് മാറ്റി വെക്കുന്നത് എന്നുള്ളത്. പക്ഷേ ജനറൽ റിസർവ് അങ്ങനെ പർപ്പസ് ഉണ്ടോ? ഇല്ല. നമ്മളൊരു സെറ്റ് അസൈഡ് ചെയ്യുന്നതാണ്. പ്രോഫിറ്റിന് ഇത്ര ഒരു 10% 20% നമ്മൾ എമൗണ്ട് എന്ത് ചെയ്യുന്നതാണ്? മാറ്റി വെക്കുന്നതാണ് ടു ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ജനറൽ റിസർവ് ബിസിനസ് എന്താണ്? ലാബിലിറ്റി ആണ്. എന്തുകൊണ്ട് ലാബിലിറ്റി? പ്രോഫിറ്റ് ബിസിനസ് ലാബിലിറ്റി അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് മാറ്റി വെക്കുന്ന എമൗണ്ട് ബിസിനസ്സിന് എന്താണ്? ലാബിലിറ്റി ആണ്. അപ്പോൾ ഇത് ഏത് അക്കൗണ്ടാണ് ഈ പ്രോഫിറ്റിലേക്ക് മാറ്റി വെക്കുക? ഏത് അക്കൗണ്ടാണ് ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് മാറ്റി വെക്കുക? P&L അക്കൗണ്ടാണ് മാറ്റി വെക്കുക. ഓക്കെ, ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടുതരാം. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 50,000, സാലറി 10,000. ഓക്കെ, ഇനി ഈ ചോദ്യത്തിൽ പറയുന്നുണ്ട് ജനറൽ റിസർവിലേക്ക് ഒരു 10% ട്രാൻസ്ഫർ ചെയ്യണം. എത്രയാ? 10%. അപ്പോൾ ഈ P&L അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ടോട്ടൽ 50,000 വരിക. അങ്ങനെയാണെങ്കിൽ 40,000 ആണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടേണ്ടതാണ് നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷേ ചോദ്യത്തിൽ പറയുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പറയുന്നുണ്ടാവും, ചിലപ്പോൾ ആ ബിസിനസ് ഫോളോ ചെയ്യുന്നുണ്ടാവും, കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 10% അവർ എന്ത് ചെയ്യണം? ആദ്യം ജനറൽ റിസർവിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് 40,000 വരുന്നത്. അപ്പോൾ 40,000 10% എത്രയാണ്? 4,000. അപ്പോൾ ടു ജനറൽ റിസർവ് എത്രയാണ്? 4,000. ബാക്കി എമൗണ്ട് ആണ് ഇവർ എന്ത് ചെയ്യുക? ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ ഈ ജനറൽ റിസർവിലേക്ക് മാറ്റി വെക്കുമ്പോൾ ജേർണൽ എൻട്രി എന്താ? ഇത് ഏത് അക്കൗണ്ടാണ് മാറ്റി വെക്കുന്നത്? P&L അക്കൗണ്ട്. കാരണം P&L അക്കൗണ്ടാണല്ലോ പ്രോഫിറ്റ് കിട്ടുക. ആ പ്രോഫിറ്റ് ആണല്ലോ നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേപോലെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മുമ്പ് ഒരു സ്റ്റെപ്പ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? അത് എത്ര ശതമാനമാണ് റിസർവിലേക്ക് മാറ്റിയത്? ആ എമൗണ്ട് മാറ്റി വെച്ച് ബാക്കി എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ജേർണൽ എൻട്രി എന്താ? P&L അക്കൗണ്ട് ഡെറ്റ് ടു
ഡെക്റ്റഡ് ടു ജനറൽ റിസർവ്. എത്രയാ? 4,000. എന്തുകൊണ്ട് ജനറൽ റിസർവ് ക്രെഡിറ്റ് ആയി? ലാബിലിറ്റി. എന്തുകൊണ്ടാണ്? അത് പ്രോഫിറ്റ് മാറ്റി വെച്ച എമൗണ്ട്, പ്രോഫിറ്റ് ലാബിലിറ്റി ആണ്. ക്ലിയർ ആയി. പക്ഷേ ഇത് നമ്മൾ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് മാറ്റി വെക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മളിങ്ങനെ മാറ്റി വെച്ച എമൗണ്ട് ഉണ്ട്, പാർട്ട്നേഴ്സ് ഇങ്ങനെ എല്ലാ വർഷം കൂടി ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഫൈനലി അവർ ഡിസൈഡ് ചെയ്യുന്നത് ഈ മാറ്റി വെച്ച എമൗണ്ട് ജനറൽ റിസർവ് ചിലപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി മാറ്റി വെച്ചാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻസിന് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ അവർക്ക് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം, അത് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് പർപ്പസ് ഇല്ല. ഓക്കെ, എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ് ജനറൽ റിസർവ്. ഓക്കെ, ഇനിയിപ്പോൾ അവർ ആലോചിക്കുന്നത്, പാർട്ട്നേഴ്സ് ആലോചിക്കുന്നത്, നമ്മൾ കുറേ വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഇത്ര എമൗണ്ട് മാറ്റി, ഇനി അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി, അവരെന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ആ മാറ്റി വെച്ച പ്രോഫിറ്റ് അവരെന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരാം? ജേണൽ എൻട്രി എന്താ വരാം? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ക്യാപിറ്റൽ. ഓക്കെ, ജനറൽ റിസർവ് എന്തുകൊണ്ട് ഡെബിറ്റ് ആയി? അത് ജനറൽ റിസർവ് നമുക്ക് ലാബിലിറ്റി എന്ന് പറയാൻ പ്രോഫിറ്റ് മാറ്റി വെച്ച എമൗണ്ട് അല്ലേ, ആ ലാബിലിറ്റി കുറഞ്ഞു, എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ക്യാപിറ്റൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിലേക്കുള്ള എന്താ പോസ്റ്റിംഗ് വരാം? ബൈ ജനറൽ റിസർവ്. അതാണ് ഇവിടെ ബൈ ജനറൽ റിസർവ് വന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നമ്മൾ പ്രോഫിറ്റ് മാറ്റി വെക്കുമ്പോൾ വരുന്നതല്ല ഈ എൻട്രി. അവസാനം ഇങ്ങനെ മാറ്റി വെച്ച എമൗണ്ട്, ജനറൽ റിസർവിൽ നമ്മൾ മാറ്റി വെച്ച എമൗണ്ട് ഫൈനലി പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്ന വരുമ്പോഴാണ് ഈ എൻട്രി വരാം. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ, പിന്നെ ഇത് കോമൺലി മനസ്സിലാക്കേണ്ട ഒരു സംശയം. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഡൗട്ടാണ്. അതായത് നമ്മൾ ഈ ബിസിനസ് പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ബിസിനസ് തരുന്നുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾ എന്താ ചെയ്യുക? ക്യാഷ് ആയിട്ടെല്ലാം സെറ്റിൽ ചെയ്യുക, ഒക്കെ ക്യാപിറ്റലിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ പല ചാപ്റ്റേഴ്സ്, ഫൈനൽ അക്കൗണ്ട്സിലാണെങ്കിലും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലാണെങ്കിലും NPOയിലാണെങ്കിലും പിന്നെ ഏത് ചാപ്റ്റേഴ്സിലായാലും നമ്മൾ ആ പ്രോഫിറ്റ് കണ്ടിട്ട് നമ്മൾ പ്രോഫിറ്റ് പൈസ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റലിലേക്കാണ് ആഡ് ചെയ്യുക. അത് ബേസിക്കലി അങ്ങനെയാണ് നമ്മൾ പഠിക്കുക, തിയറിറ്റിക്കലായിട്ട് നമ്മൾ അങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ സാർ പ്രാക്ടിക്കൽ ഇങ്ങനെയാണ് പിന്നെ അവർക്ക് പൈസ വേണ്ട. ഓണർ ബിസിനസ് ചെയ്യുന്നതിന് പ്രോഫിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പക്ഷേ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ക്യാഷ് ആയി കൊടുക്കില്ല. ഇപ്പം നമ്മൾ നേരത്തെ സാലറി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മൾ ക്യാഷ് ആയിട്ട് സ്പോട്ടിൽ കൊടുക്കുന്നതാണോ? അല്ല. ഇതൊക്കെ നമ്മൾ എവിടെ ട്രാൻസ്ഫർ ചെയ്യും? അവരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലാണ്. വേണമെങ്കിൽ ക്യാപിറ്റൽ അവർ വിഡ്രോ ചെയ്തോട്ടെ, അല്ലാണ്ട് ഓരോ കാര്യങ്ങൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട് സ്പോട്ടിൽ കൊടുക്കുന്നതല്ല. അതേപോലെ പാർട്ട്നേഴ്സിന് കിട്ടുന്ന കേസ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതൊന്നും നമ്മൾ സ്പോട്ടിൽ ക്യാഷ് ആയിട്ട് വാങ്ങുന്നില്ല. അതൊക്കെ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യുക? ക്യാപിറ്റലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കുകയാണെങ്കിൽ, പാർട്ട്നേഴ്സ് എന്ത് നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിലും അതൊന്നും ക്യാഷ് ആയിട്ടല്ല സ്പോട്ടിൽ എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യുക. അതൊക്കെ ക്യാപിറ്റലാണ് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. നോർമലി ക്യാപിറ്റലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിയർ ആണെന്നുണ്ട് എല്ലാവർക്കും? അതുകൊണ്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്തായാലും ക്യാഷാണ്. ഓക്കെ, ഇതിപ്പം പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തോ? ഇല്ല. ഞാൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്തു. പ്രോഫിറ്റ് മാറ്റി വെച്ച എമൗണ്ട് റിസർവ് ഇത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ക്യാഷ് ആയിട്ട് കൊടുത്തോ? ഇല്ല. ഞാൻ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഡ്രോയിങ്സ് അവർ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്തു? നമ്മൾ ക്യാപിറ്റൽ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. പിന്നെ ലോസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരിന്ന് ഫണ്ട് വാങ്ങിയോ? അവർ ബിസിനസ്സിൽ വന്ന ലോസ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ക്യാഷ് ആയിട്ട് വാങ്ങിയോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അവരിൽ നിന്ന് എന്ത് കിട്ടാണ്ടെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യുക? ക്യാപിറ്റലാണ് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. അത് ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ ജനറൽസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജസ്റ്റ് പറഞ്ഞിട്ട്, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ എന്താ? ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് മുകളിൽ കൊടുക്കേണ്ട റിട്ടേൺസ്. ആർക്ക് കൊടുക്കേണ്ട റിട്ടേൺസ്? ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട റിട്ടേൺസ് ആണ്. കാരണം പാർട്ട്നേഴ്സ് ആണ് ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇട്ടത്. അപ്പം പക്ഷേ ഇതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യട്ടെ. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക നിങ്ങൾ, ഇത് ആർക്ക് കൊടുക്കേണ്ട എമൗണ്ടാ? ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ടാ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കൊടുക്കണം? അവരിട്ട ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡീഡിൽ മെൻഷൻ ചെയ്യും എത്ര ശതമാനമാണ്, ആ ശതമാനം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കുന്നതാ? പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആർക്ക് കൊടുക്കുന്നതാ? പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്. പക്ഷേ ക്യാഷ് ആയിട്ട് കൊടുക്കുമോ? ഇല്ല. എങ്ങനെ കൊടുക്കുക? ക്യാപിറ്റലിലേക്കാണ് എന്ത് ചെയ്യുക? ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, പാർട്ട്നേഴ്സ് എന്ത് കൊടുക്കണം? ക്യാഷ് ആയിട്ടാണോ കൊടുക്കുക? ഒക്കെ എവിടെ അഡ്ജസ്റ്റ് ചെയ്യില്ല? ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്റ്റഡ് ടു ക്യാപിറ്റൽ. അല്ലാണ്ട് ക്യാഷ് ആയിട്ടാണോ നമ്മൾ സെറ്റിൽ ചെയ്യുക? അല്ല. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എന്തുകൊണ്ട് ക്യാപിറ്റൽ ക്രെഡിറ്റ് ആയി? ക്യാപിറ്റൽ കൂടി. കാരണം പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് അല്ലേ. കാരണം ക്യാഷ് ആയി കൊടുത്തു. ഇല്ല, ക്യാപിറ്റൽ കൂട്ടി കാണിച്ചു, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താ വരിക? ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർക്കാരുടെ എമൗണ്ടാണ്? അതിനെക്കുറിച്ച് ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർക്കാരുടെ എമൗണ്ടാണ്? പാർട്ട്നേഴ്സ് ബിസിനസ്സിന് തരുന്നതാണ്. പക്ഷെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് വാങ്ങുമോ? ഇല്ല. അതൊക്കെ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക?
ഇപ്പോൾ ക്യാഷ് ആയിട്ട് വാങ്ങുന്നത് എന്താ ജേണൽ എൻട്രി വരിക? പാർട്ട്നേഴ്സ് നമ്മളിപ്പോൾ ക്യാഷ് ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാങ്ങുന്നത് എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലേ? ക്യാഷ് എന്തുകൊണ്ട് ഡെബിറ്റ് ആസെറ്റ് കൂടി അല്ലേ? അപ്പോൾ നമ്മൾ പക്ഷേ ക്യാഷ് ആയിട്ട് വാങ്ങുന്നതാണോ ചെയ്യുക? അല്ല, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട് ക്യാപിറ്റൽ ഡെബിറ്റ്? ക്യാപിറ്റൽ കുറഞ്ഞു, കാരണം ഓൾറെഡി ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലാബിലിറ്റി നമ്മൾ അവർക്ക് കൊടുക്കാണ്ട്. ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് ആണെങ്കിലോ അവർ നമുക്ക് തരാണ്ട്. അപ്പോൾ നമ്മൾ അവരും സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ള നമ്മൾ കുറച്ചാൽ പോരെ. അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എന്താ ജേണൽ എൻട്രി? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ പോസ്റ്റിംഗ് വരാം? ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ അതും പോസ്റ്റിംഗ് വന്നു. ഇനി അവസാന റെമ്യൂണറേഷൻ, സാലറി, കമ്മീഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഡീലുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ ഇവർ കിട്ടും, സാലറി, കമ്മീഷൻ ഒക്കെ. അപ്പോൾ സാലറി നമ്മൾ സാധാരണ സാലറി പേയ്മെന്റ് എന്താ ജേണൽ എൻട്രി? സാലറി അക്കൗണ്ട് ആക്ടിവിറ്റി ക്യാഷ്, കമ്മീഷൻ പേയ്മെന്റ് കമ്മീഷൻ അക്കൗണ്ട് ആക്ടിവിറ്റി ക്യാഷ്, അങ്ങനെയാണല്ലോ. പക്ഷേ പാർട്ട്നേഴ്സിന് കൊടുക്കുക നമ്മൾ ക്യാഷ് ആയിട്ടാണോ കാണിക്കുക? ഒക്കെ എവിടെ ട്രാൻസ്ഫർ ചെയ്യുക, ഒക്കെ എവിടെ അഡ്ജസ്റ്റ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ജേണൽ എൻട്രി വരിക? സാലറി അക്കൗണ്ട് ആക്ടിവിറ്റി ക്യാപിറ്റൽ, അല്ലെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ആക്ടിവിറ്റി ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് പോസ്റ്റിംഗ് വരും? ബൈ സാലറി, ബൈ കമ്മീഷൻ ഒക്കെ. അങ്ങനെയാണ് ഈ പോസ്റ്റിംഗ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെബിറ്റ് സൈഡിലാണ്, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ബാലൻസ് ഏത് സൈഡിൽ കിട്ടും? ഡെബിറ്റ് സൈഡിൽ കിട്ടും. ഓക്കെ, എല്ലാ കേസിലും ഡെബിറ്റ് സൈഡിൽ കിട്ടണമെന്നില്ല, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന കേസസ് വരുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ, അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ശരിയായ എൻട്രി വൈസ് വരുന്ന പോസ്റ്റിംഗ് ആണ്. ഓക്കെ, ശരിയായ എൻട്രി വൈസ് വരുന്ന പോസ്റ്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കറിയാം ക്യാപിറ്റൽ നമുക്ക് എന്താണ്? ലാബിലിറ്റി ആണ്. എന്താണ്? ലാബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യും. ലാബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും അല്ലേ? അതേപോലെ നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടുന്ന കേസാണെങ്കിൽ നിങ്ങൾ സൈഡിൽ പോസ്റ്റ് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. കൂടുന്ന കേസാണെങ്കിൽ, ക്യാപിറ്റൽ കുറയുന്നതാണെങ്കിലോ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. ക്ലിയർ ആയി? ഇപ്പോൾ നോക്ക്, ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് ഇട്ട് വെച്ചു, അഡീഷണൽ ക്യാപിറ്റൽ കൂടില്ലേ? പ്രോഫിറ്റ് വരുമ്പോൾ ക്യാപിറ്റൽ കൂടും, റിസർവ് വീതിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ കൂടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്ക് കൊടുക്കുക? ബിസിനസ് പാർട്ട്നേഴ്സിനും. അപ്പോൾ പാർട്ട്നേഴ്സിന് കൊടുക്കും, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടും. റെമ്യൂണറേഷനും ബിസിനസ് പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ കൂടും. ഇനി ക്യാപിറ്റൽ കുറയും. ഡ്രോയിങ്സ് ഓണർ പേഴ്സൺ യൂസിന് എടുത്തപ്പോൾ അവൻ്റെ ക്യാപിറ്റൽ കുറയ്ക്കേണ്ടല്ലേ ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്ണർ ബിസിനസ്സിൽ തരേണ്ടത്, പക്ഷെ നമ്മൾ ക്യാഷോട് വാങ്ങോ? ഇല്ല, നമ്മൾ അവൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കുറയ്ക്കും. ലോസ് വന്ന ക്യാപിറ്റൽ കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ എൻട്രി നിങ്ങൾക്ക് അറിയണം, ഇതിൻ്റെ പ്രോപ്പർ പോസ്റ്റിംഗ് എങ്ങനെ വന്നത് ബേസിക്കലി നിങ്ങൾക്ക് അറിയണം. പക്ഷേ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ഈ ചിലപ്പം ചില ആൾക്ക് എൻട്രി വല്ലാണ്ട് വശം ഉണ്ടാണെന്നില്ല, ചിലപ്പോൾ മാർക്കും. അപ്പോൾ അങ്ങനത്തെ കേസുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ക്യാപിറ്റൽ കൂടുന്ന കേസാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കുറയുന്ന കേസാണെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ബേസിക്കലി ബൈ ഹാർട്ട് സിസ്റ്റം അല്ല, ഇതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അഡ്മിഷനിലും റിട്ടയർമെൻറ്റിലും ഡെത്തിലും ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് എന്തെ കൊണ്ട് വരക്കാണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ പോസ്റ്റിംഗ് ഒന്നും പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്തു? ഇവിടെ ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യും? അത് പോസ്റ്റയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പോസ്റ്റിംഗ് വരുന്നത്? കുറേ ആൾക്കൊരു തെറ്റാറുണ്ട്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്തതും ഓണർ എടുക്കുമ്പോൾ മാത്രം, വിഡ്രോ ചെയ്യുമ്പോൾ മാത്രമേ അല്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിന് കുറേ അങ്ങോട്ട് കൊടുക്കാണ്ടോ പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് തരാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നുള്ളത്? അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഓൾ ക്ലിയർ? വെരി ഗുഡ്. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് മെയിൻറ്റെയിൻ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് 2 മെത്തേഡിൽ ഫോളോ ചെയ്യാറുണ്ട്. 2 മെത്തേഡിലും, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇപ്പോൾ മോൾ ഫോമാറ്റ് ഡിസ്കസ് ചെയ്യുന്നില്ല, ഇത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ്. അതായത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, പാർട്ട്നേഴ്സ് കൊടുക്കുന്നതാവട്ടെ പാർട്ട്നേഴ്സിന് കിട്ടുന്നതാവട്ടെ, ഇതൊക്കെ നമ്മൾ ഏത് അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുക. ഇത് ഏത് മെത്തേഡാണ്? ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. എന്തുകൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് എന്നുള്ള പേര് വന്നു? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവും, മാറിക്കൊണ്ടുണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ ഒരു മെത്തേഡ് ഉണ്ട്, ഏതാ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഏതാ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഈ 2 മെത്തേഡിൻ്റെ ഒരു ഡിഫറൻസ് വെച്ചാൽ ഫ്ലക്ച്വേറ്റിങ്ങും ഫിക്സഡും. ഫ്ലക്ച്വേറ്റിംഗിൽ ആകെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ രണ്ടും ഉണ്ടാവും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ഓക്കെ, 2 അക്കൗണ്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതാണ് അൾട്ടിമേറ്റ് ഡിഫറൻസ്. ഓക്കെ, അത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ബിസിനസ് പാർട്ട്നേഴ്സിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് ചെയ്യുക. പക്ഷേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇവിടെ 2 അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തൊക്കെ വരുന്നത് വെച്ചാൽ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് വരൂ. അതുപോലെ ഓണർ ബിസിനസ് വിഡ്രോ എന്ന് വെച്ചാൽ ഡ്രോയിങ്സ് അല്ല. ക്യാപിറ്റൽ വിഡ്രോയിലും ഡ്രോയിങ്സ് രണ്ടാണ്. ക്യാപിറ്റൽ വിഡ്രോ എന്ന് വെച്ചാൽ എന്താ? അവന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മൊത്തത്തിൽ അവന് വിഡ്രോ ചെയ്യുന്നതാണ് ബിസിനസ് എന്ന്. ചിലപ്പോൾ ഷെയർ ഒഴിവാക്കി പോകുന്നതായിരിക്കും. അപ്പോൾ അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്തതും ഓണർ ക്യാപിറ്റൽ എടുക്കുന്നത് മാത്രമേ എവിടെ വരുള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുള്ളൂ. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും എക്സ്ട്രാ കൊടുക്കുന്നത്, ഫോർ പ്രോഫിറ്റ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്, റെമ്യൂണറേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ്സ് അവൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്, അല്ലെങ്കിൽ ലോസ്, ഇതൊക്കെ നമ്മൾ എവിടെ ചെയ്യുക? കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ ഒരു അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇവിടെ 2 അക്കൗണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് അൾട്ടിമേറ്റ് ഡിഫറൻസ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
ഓക്കെ. അപ്പോൾ ഈ പേര് വരാനുള്ള റീസൺ ഉണ്ട്. ഈ ഫിക്സഡും ഫ്ലക്ച്വേറ്റും പേര് വരാൻ കാരണം ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഓരോ വർഷാവസാനം നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് മാറിക്കൊണ്ടാവും. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ അവിടെ അല്ലേ ചെയ്യുന്നത്. സാലറി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഒക്കെ അവിടെ. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് മാറിക്കൊണ്ടാവും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ മാറോ ഇല്ല, ഇത് ഫിക്സഡ് ആയിരിക്കും. അൺടിൽ ആൻഡ് അൺലെസ് ഒന്നെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബിസിനസ് അവൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം വിടും. അതുവരെ അവൻ്റെ ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. കാരണം എല്ലാ വർഷം വരുന്ന അവൻ്റെ സാലറി, ഇൻട്രസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എവിടെ വരാം, ഈ അക്കൗണ്ടിലല്ലേ വരാം, കറണ്ട് അക്കൗണ്ടിലല്ലേ. അപ്പോൾ അവൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാറുന്നുണ്ടാവും. ഇല്ല, അതുകൊണ്ടാണ് ഈ മെത്തേഡിൻ്റെ പേര് ഫിക്സഡ് ക്യാപിറ്റൽ ഫിക്സഡ് ആണ്. മറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മാറിക്കൊണ്ടുണ്ടാവും. ഇയർ ടു ഇയർ അവിടെ ക്യാപിറ്റൽ എന്തായിക്കൊണ്ടാവും, മാറിക്കൊണ്ടുണ്ടാവും. ഓക്കെ, ഗുഡ്. അതാണ് ആ രണ്ട് മെത്തേഡ്. അതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ്. ഓക്കെ അല്ലേ, എന്തിനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ. പക്ഷേ ഇവിടെ പറയുന്നത് വെച്ചാൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പം എയും ബിയും രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, എ ആൻഡ് ബി രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവൻ്റെ 3 lakhും ഇവൻ്റെ 2 lakhും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ക്യാപിറ്റൽ ഒരേപോലെ ക്യാപിറ്റൽ വേറെ രീതി കിട്ടുക. ഇപ്പോൾ 3 lakh 2 lakh ആകുമ്പോൾ 3:2 ആണെന്നുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ക്യാപിറ്റൽ ഇട്ട പോലെയാണ് പ്രോഫിറ്റ് ഉണ്ടാവണം, അങ്ങനെ യാതൊരു ഇതില്ല കേട്ടോ. കുറേ അങ്ങനെ ചിലപ്പോൾ തിങ്കിങ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ഒരേപോലെ ഇട്ടാൽ മാത്രമേ ഒരേപോലെ വരും, ക്യാപിറ്റൽ വേറെ രീതി ഇട്ടാൽ ആ രീതിക്കാണ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ യാതൊരു നിർബന്ധമില്ല. ഓക്കെ, ഇപ്പോൾ 3 lakh 2 lakh പക്ഷേ അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈക്വലാണ്. അങ്ങനെയാണ് അവരുടെ ഇടയിലുള്ള എഗ്രിമെൻറ്റ്. ഓക്കെ, ഇനിയിപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ ചോദ്യത്തിലുണ്ടെന്ന് വെച്ചോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര കിട്ടണം? 3 lakhന് 10% 30,000 കിട്ടണ്ടേ? ബിക്ക് എത്ര കിട്ടണം? 2 lakhന് 10% 20,000 കിട്ടണ്ടേ? അപ്പോൾ ടോട്ടൽ 50,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ്സിന് വരുന്നത്. ബിസിനസ്സിൽ ഇപ്പം നമുക്ക് 3 കേസായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് കേസ് പ്രോഫിറ്റ് ഒരു 70,000 ഉണ്ടെന്ന് ചോദിച്ചോ. എത്രയാ? 70,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് പറ്റുമോ? പറ്റും സാർ, സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ. 70,000 ഒരു പ്രോഫിറ്റ് കിട്ടില്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, 50,000 കൊടുക്കാം. ഓക്കെ, ഗുഡ്. 70,000 50,000 ഞാൻ കൊടുത്തു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എക്ക് 30,000 ബിക്ക് 20,000. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 20,000. ഇത് പ്രോഫിറ്റാണ്, പ്യൂർലി പ്രോഫിറ്റാണ്. എക്കും ബിക്കും എന്ത് ചെയ്യുക, 10,000 വെച്ച് പ്രോഫിറ്റ് ബാക്കി എടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്ത് പ്രോഫിറ്റ് എന്നാണല്ലോ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക. 70,000 പ്രോഫിറ്റ് ഉണ്ട്. അതിൽ ആദ്യം 50,000 എന്ത് ചെയ്തു, എക്കും ബിക്കും 30, 10, 20 കൊടുത്ത് ഒഴിവാക്കി. ബാക്കി ഒരു 20,000 അവർ പ്രോഫിറ്റാണ്, പ്യൂർലി അവർ പ്രോഫിറ്റാണ്. എയും ബി എന്ത് ചെയ്തു, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എടുത്തു. ഇനി സെക്കൻഡ് കേസ് പ്രോഫിറ്റ് 50,000 കിട്ടിയെന്ന് ചോദിച്ചോ. എത്രയാ? 50,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, 50,000 നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 50,000 കൊടുക്കുക. പക്ഷെ പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റ് 0 ആയി. പക്ഷേ എക്ക് ബിക്ക് എന്ത് ചെയ്യുക, ഇത് 30,000 ബിക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 20,000 എടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവരെടുത്തു. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക, പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ എക്സസ് പ്രോഫിറ്റ് ഒന്നുമില്ല, 0 ആയി. ഓക്കെ, അവിടെ പ്രോഫിറ്റ് ആയിട്ട് അവർ എക്ക് ബിക്ക് ഒന്നും കിട്ടില്ല. ഓക്കെ, പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ഇവർക്കൊരു 40,000 വേണ്ട, ഒരു 30,000 പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ചോ. എത്രയാ? 30,000 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് പ്രോഫിറ്റ് ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ 30,000 ആണ് ഇപ്പോൾ ലാഭം കിട്ടുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണോ ആദ്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? 50,000 വേണം. 50,000 ഉണ്ടോ? ഇല്ല. അപ്പോൾ സാറേ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? അങ്ങനെയല്ല. അപ്പം നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുള്ള സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവിടെ പറഞ്ഞ ഒരു റൂൾ ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന പ്രോഫിറ്റ് എന്നാണ്, പക്ഷേ സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ റേഷ്യോയിൽ കൊടുക്കണം. അപ്പോൾ ഈ 30,000 നമ്മൾ പ്രോഫിറ്റ് ഈക്വൽ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലല്ല കൊടുക്കേണ്ടത്. ഈ 30,000 നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റേഷ്യോയിൽ കൊടുക്കണം. ക്യാപിറ്റൽ റേഷ്യോ എന്ന് വെച്ചാൽ ഏത് റേഷ്യോ? അവർ ക്യാപിറ്റൽ ഉള്ളത് എത്ര? ക്യാപിറ്റൽ ഉള്ളത് 3 lakhും 2 lakh വിച്ച് ഈസ് 3:2 വേണം എന്ത് ചെയ്യാൻ, ആ പ്രോഫിറ്റ് എക്കും ബിക്കും എന്ത് ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ. ക്ലിയർ ആയോ? അല്ലാണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക 50,000 വേണം, 50,000 ഇല്ലാത്തതുകൊണ്ട് ഉള്ള പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ കൊടുക്കുക, ഈക്വലി കൊടുക്കുക അല്ല. ഉള്ള പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ കൊടുക്കുക, ക്യാപിറ്റൽ റേഷ്യോയിൽ കൊടുക്കുക. ഓക്കെ, 50,000 ഉണ്ടായിരുന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്ത് ബാക്കി ലാഭം നമുക്ക് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കൊടുക്കാമായിരുന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ക്യാപിറ്റൽ റേഷ്യോയിൽ വേണം എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. ക്ലിയർ ആയ? ക്യാപിറ്റൽ റേഷ്യോയിൽ ഇപ്പോൾ കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ 30,000 2/5 എത്ര വരും? 2/5 വിച്ച് ഈസ് 12,000. അപ്പോൾ ബാക്കി എത്ര വരും? 2/5 into 3 36,000. 30,000 into
into 3/5. Okay, 18,000 മൈനസ് ഇപ്പോൾ 12,000 ആണ് ഇവിടെ. ഇങ്ങനെയാണ് ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഗുഡ്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അത് ഇവിടെ താഴെ പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ തിയറിറ്റിക്കലായിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. എന്താ ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ, അതായത് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് ക്യാപിറ്റൽ റേഷ്യോ, അതായത് സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുള്ള അത്രയും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് ക്യാപിറ്റൽ റേഷ്യോയിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിസിനസ്സിൽ ഇൻകമാണ്. എന്തുകൊണ്ട് ഇത് ഇൻകമായി? പാർട്ട്നേഴ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി ബിസിനസ് വിഡ്രോ ചെയ്തു. അപ്പോൾ ആ വിഡ്രോ ചെയ്ത എമൗണ്ട് മുകളിൽ എന്ത് ചെയ്യണം, അവർ നമുക്ക് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ബിസിനസ് കമ്പനിയെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് സംബന്ധിച്ചത് എന്താണ്, ഇൻകമാണ്. ഓക്കെ, അപ്പം ഇതിൽ രണ്ട് നമുക്ക് കാൽക്കുലേഷൻ വരുന്നത്, ഇത് നമുക്ക് വേറെ യൂണിറ്റിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഇവർ പറഞ്ഞു വെച്ചാൽ ഇപ്പം ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ, എല്ലാ മാസം സ്റ്റാർട്ടിങ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ 6.5 മന്തിലേക്ക് വേണം എന്ത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ. എല്ലാ മാസത്തിൻ്റെ പകുതിക്കാണെങ്കിലോ 6 മന്തും, എല്ലാ മാസത്തിൻ്റെ അവസാനമാണ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നെങ്കിൽ 5.5 മന്ത്. ക്വാർട്ടറിലും അതേ കേസാണ്. എല്ലാ ക്വാർട്ടറിനും സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ 7.5ഉം, എല്ലാ ക്വാർട്ടറിനും മിഡ് ആണെങ്കിൽ 6ഉം, എല്ലാ ക്വാർട്ടറിൻ്റെ അവസാനമാണെങ്കിലോ 4.5 മന്തിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഒരാൾക്ക് സംശയം വരാറുണ്ട്, ഇതെന്താ സാർ ഇങ്ങനെ, ഇതെന്ത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ വരിക? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് നോർമലി കൂടുതൽ സ്റ്റുഡൻസിന് അറിയാറില്ല അത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ ഇപ്പം എൻ്റെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നത് ജാനുവരി ടു ഡിസംബർ ആണെന്ന് ചോദിച്ചു. എപ്പം മുതൽ എപ്പോഴാണ്? ജാനുവരി ടു ഡിസംബർ. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ എല്ലാ മാസവും 2,000 വെച്ച് വിഡ്രോ ചെയ്യുന്നു, 2,000. ഓക്കെ, എല്ലാ മാസം എത്രയാണ് വിഡ്രോ ചെയ്യുന്നത്? 2,000 വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പാർട്ട്ണർ എല്ലാ മാസം സ്റ്റാർട്ടിങ്, ഓക്കെ, എല്ലാ മാസം സ്റ്റാർട്ടിങ്, എല്ലാ മന്ത് സ്റ്റാർട്ടിങ് 2,000 വെച്ച് വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സപ്പോസ് ഒരു 10% ആണ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ജാനുവരി 1 അവന് വിഡ്രോ ചെയ്തു, ഫെബ്രുവരിക്ക് വിഡ്രോ ചെയ്തു, മാർച്ച് എല്ലാ മാസം 2,000 വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട് ഒരു പാർട്ട്ണർ. അപ്പോൾ അവൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൾറെഡി ഡീൽ ഉണ്ടെങ്കിൽ അവൻ വിഡ്രോ ചെയ്യുന്നതിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഇവിടെ പറടാ, ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ജാനുവരി 1 അവന് വിഡ്രോ ചെയ്തു 2,000. അപ്പോൾ 2,000 മുകളിൽ എങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും? ഫുള്ളും കാണും. കാരണം ജാനുവരി 1 വിഡ്രോ ചെയ്താൽ ഡിസംബർ അവസാനം, ജാനുവരി ടു ഡിസംബറാണ് ഞാൻ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നത്. എപ്പോൾ മുതൽ എപ്പോഴാണ്? ജാനുവരി ടു ഡിസംബർ. ഓക്കെ, ജാനുവരി 1 മുതൽ ഡിസംബർ 31 അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ജാനുവരി 1 വിഡ്രോ ചെയ്യുന്നെങ്കിൽ ഫുൾ ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് കാണണ്ടേ? പക്ഷേ ഫെബ്രുവരി 1 വിഡ്രോ ചെയ്യുന്നെങ്കിലോ ഫുള്ളും കാണണോ? ഇല്ല. ഇൻറ്റു 11/12. ഓക്കെ, ഇൻറ്റു 11/12. അപ്പോൾ എത്ര വരും? 183 വരും. ഇനി ഇൻറ്റു 10% ഇൻറ്റു 10/12 എത്ര വരും? 200. 167 ഇൻറ്റു 10% ഇൻറ്റു 9/12. ഇവിടെയോ 8/12. ഇവിടെയോ 7/12. ഇവിടെയോ 6/12. ഇവിടെയോ 5/12. ഇവിടെയോ 4/12. ഇവിടെയോ 3/12. ഇവിടെയോ 2/12. ഇവിടെയോ 1/12. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, എത്ര വരും? 150. 133. 117. 100. 83. 67. 50. 33. 17. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ? ഇങ്ങനെയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് വരിക. ഓരോ മാസം അവൻ 2,000 വെച്ച് വിഡ്രോ ചെയ്താൽ ഓരോ മാസത്തെ എമൗണ്ടിന് മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ഇതാണ്. ജസ്റ്റ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 200 പ്ലസ് 183 പ്ലസ് 167 പ്ലസ് 150 പ്ലസ് 133 പ്ലസ് 117 പ്ലസ് 100 പ്ലസ്
83 പ്ലസ് 67 പ്ലസ് 50 പ്ലസ് 33 പ്ലസ് 17,300 വരുന്നത് അല്ലേ. അപ്പോൾ ഓരോ മാസം 1-ാം തീയതി വെച്ച് 2,000 വെച്ച് വിഡ്രോ ചെയ്താൽ 10% ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലെങ്കിൽ 1,300 വരാം. പക്ഷെ നമ്മൾ ഇതിലൊരു കാൽക്കുലേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ, എല്ലാ മാസം ഒരു ഫിക്സഡ് എമൗണ്ട് നോക്കി, ഒരു ഫിക്സഡ് എമൗണ്ടിൽ വിഡ്രോ ചെയ്തത്, അല്ലാണ്ട് വേറെ എമൗണ്ട് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസം സ്റ്റാർട്ടിംഗ് ആണ് അവൻ വിഡ്രോ ചെയ്യുന്നെങ്കിൽ, അല്ലേ, എല്ലാ മാസം ഫസ്റ്റ് ഡേ ആണ് അവൻ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവർ കാൽക്കുലേഷൻ പറയുന്നുണ്ട് 6.5 മന്ത് വെച്ച് എന്ത് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൽ മതി. അതായത് എല്ലാ മാസം 2,000 ആകുമ്പോൾ ഒരു വർഷത്തിൽ എത്രയാവും? 24,000. ഒരു മാസം 2,000 ഇടാം. അപ്പോൾ 12 ആകുമ്പോൾ 24,000 ഇൻറ്റു 10% ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 ചെയ്ത് എത്ര വരാം? 24,000 ഇൻറ്റു 10% ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 1,300. ആൻസർ സെയിം അല്ലേ? അപ്പോൾ ഇങ്ങനെ വെറുതെ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇത് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അൾട്ടിമേറ്റ്ലി അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം അതാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ നമ്മളിങ്ങനെ വെറുതെ ചെയ്ത് എന്ത് ചെയ്യേണ്ട, ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പം എല്ലാ മാസം ഒരു ഫിക്സ്ഡ് എമൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ 6.5 മന്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ എമൗണ്ട്. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്, 2,000 6.5 മന്തിൽ കാണാം. ആണോ? 2,000 എമൗണ്ട് ഓരോ മാസം എടുക്കുന്ന ഫിക്സ്ഡ് എമൗണ്ട് അല്ലേ, ടോട്ടൽ എമൗണ്ടിൻ്റെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത് കേട്ടോ. ഇനി എല്ലാ മാസം പകുതിക്ക് വെച്ച്, അതായത് ജനുവരി 15, ഫെബ്രുവരി 14, മാർച്ച്, അങ്ങനെ എല്ലാ മാസം പകുതിക്ക് വെച്ചിട്ടാണ് അവർ വിഡ്രോ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ആ ടോട്ടൽ എമൗണ്ട് 6 മാസം വെച്ച് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എല്ലാ മാസം അവസാനം വെച്ചാണ് വിഡ്രോ ചെയ്യുന്നത്, അത് ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ച്, മെയ്, ജൂൺ, എല്ലാ മാസം ലാസ്റ്റ് ആണെങ്കിൽ 5.5 മന്തിലേക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഇൻറ്റു 5.5 മന്ത് ഡിവൈഡ് ബൈ 12 ചെയ്താലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അതേപോലെ ക്വാർട്ടർ, ചില പാർട്ട്നേഴ്സ് ക്വാർട്ടറിലായിരിക്കും എമൗണ്ട് എടുക്കുന്നുണ്ടാവുക, ഒരു ഫിക്സ്ഡ് എമൗണ്ട്. എല്ലാ ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഫിനാൻഷ്യലിൽ 4 ക്വാർട്ടറാണ് ഉള്ളത്. ഓക്കെ, ഓരോ ക്വാർട്ടർ 3 മാസം. ഇപ്പം ജാൻ ടു ഡിസംബർ ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ എങ്ങനെ ക്വാർട്ടർ വരിക? ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടർ, ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒരു ക്വാർട്ടർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വേറൊരു ക്വാർട്ടർ അല്ലേ. ഇനി ഒരു പാർട്ട്നേഴ്സ് ക്വാർട്ടറിലേക്ക് ഒരു എമൗണ്ട് എടുക്കുന്നുണ്ടാവും, 3,000 2,000 വെച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഇത് ഈസി കാൽക്കുലേഷൻ വരുന്നുണ്ട്. എല്ലാ ക്വാർട്ടറിന് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ 7.5 മന്ത്, എല്ലാ ക്വാർട്ടറിന് മിഡ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടറാണ്, മിഡ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 15, ഫെബ്രുവരി 14. ഓക്കെ, 3 മാസത്തിൻ്റെ നേരെ പകുതി ഫെബ്രുവരി 15. അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിൻ്റെ അവസാനം വെച്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 4.5 മന്തിലേക്ക് ഇൻട്രസ്റ്റ് കണ്ടാലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പം ഞാൻ ഇതും ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചുതരാം. ഓൾറെഡി ഇത് വരച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതൊരു ക്വാർട്ടർ, ഇതൊരു ക്വാർട്ടർ, ഇതൊരു ക്വാർട്ടർ, ഇതൊരു ക്വാർട്ടർ. അപ്പോൾ ഇതേ 2,000 വെച്ച് വിഡ്രോ എന്ന് വെച്ചോ, എല്ലാ ക്വാർട്ടറിനും ലാസ്റ്റ്, അതായത് മാർച്ച് ലാസ്റ്റ്, ജൂൺ ലാസ്റ്റ്, സെപ്റ്റംബർ ലാസ്റ്റ്, ഡിസംബർ ലാസ്റ്റ് 10% ഇൻറ്റു, ഇവിടെ ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. മാർച്ച് ലാസ്റ്റിനെ വിഡ്രോ ചെയ്ത് എത്ര മാസത്തേക്ക് ഇൻട്രസ്റ്റ് കാണണം? 9 മാസത്തേക്കല്ലേ, കാരണം മാർച്ച് മുതൽ ലാസ്റ്റ് ഡിസംബർ 9 മാസത്തേക്ക് വരും. അപ്പോൾ എത്ര വരും? 150. ഇനി ജൂൺ ലാസ്റ്റ്, അപ്പോൾ 2,000 ഇൻറ്റു 10% ഇൻറ്റു 6/12 എത്രയാ? 100 വരും. ഇനി സെപ്റ്റംബർ ലാസ്റ്റ് ആണെങ്കിലോ 2,000 ഇൻറ്റു 3. എന്തുകൊണ്ട് 3 വന്നു? സെപ്റ്റംബർ ലാസ്റ്റ് അല്ലേ, അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഇൻട്രസ്റ്റ് കാണാം. അപ്പോൾ എത്ര വരും? 50. പിന്നെ അവസാനം ഡിസംബറിന് ലാസ്റ്റ് വിഡ്രോ ചെയ്താൽ ഇന്ന് കാണുന്നു 0, കാരണം ഒന്നും കണ്ടല്ലോ. ഡിസംബർ 31 വിഡ്രോ ചെയ്താൽ ഡിസംബർ നമ്മൾ ഇൻട്രസ്റ്റ് കാണേണ്ട ആവശ്യം ഉണ്ടാവും, അന്നേരം നമ്മൾ ഇതാക്കിയത് 0. അപ്പോൾ ടോട്ടൽ എത്ര വരും? 150, 100, 50 എത്രയാ? ടോട്ടൽ 300 അല്ലേ വരാം. ടോട്ടൽ ഇൻട്രസ്റ്റ് 300. ഇനി നമുക്ക് ഈസി കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, ഓരോ ക്വാർട്ടർ 2,000 വെച്ച് വിഡ്രോ ചെയ്തു. അപ്പോൾ ഒരു ഇയറിൽ എത്രയാ? 12,000 അല്ലേ, സോറി 8,000 അല്ലേ, 8,000 അല്ലേ. ഇതാ 2,000, 4,000, 6,000, 8,000 ഇൻറ്റു 10% ഇൻറ്റു ഓരോ ക്വാർട്ടറിൻ്റെ അവസാനം വിഡ്രോ ചെയ്ത് എത്ര മാസത്തേക്ക് അവർ കാൽക്കുലേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞേ? 4.5 മന്തിലേക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ 4.5 മന്ത് ടു 4.5 ഡിവൈഡ് ബൈ 12. അപ്പോൾ എത്ര വരും? 8,000 ഇൻറ്റു 10% ഇൻറ്റു 4.5 ഡിവൈഡ് ബൈ 12 വിച്ച് ഈസ് 300. ആൻസർ സെയിം അല്ലേ? സെയിം അല്ല? ക്ലിയർ എല്ലാവർക്കും? ക്ലിയർ ആയോ? അപ്പോൾ ഇത് എന്തിനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഈസി കാൽക്കുലേഷൻ ആണ്. നിങ്ങളിനിപ്പം ചില ക്വസ്റ്റ്യൻ അവർ എല്ലാ പാർട്ട്നേഴ്സ് എല്ലാ മാസവും ക്വാർട്ടർ വെച്ചാണ് വിഡ്രോ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്ത പോലെ അങ്ങനെ സ്പ്ലിറ്റാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫോമാറ്റ് എന്ത് അപ്ലൈ ചെയ്താൽ അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക നിങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതായത് എല്ലാ മാസം പകുതിക്കാണ് വെച്ച് വിഡ്രോ ചെയ്യുന്നെങ്കിൽ എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നുണ്ട്. എല്ലാ മാസത്തിൻ്റെ പകുതി ആണെങ്കിൽ 6 മാസത്തേക്ക്, എല്ലാ മാസത്തിനും സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ 6.5, എല്ലാ മാസം എൻഡ് ആണെങ്കിൽ 4.5, സോറി 5.5. ഇനി ക്വാർട്ടർ വരുന്ന സമയത്ത് എല്ലാ ക്വാർട്ടർ പകുതിക്കാണെങ്കിൽ അവിടെ 6 മാസം തന്നെയാണ്. പക്ഷെ എല്ലാ ക്വാർട്ടറിന് സ്റ്റാർട്ടിംഗ് ആണെങ്കിലോ 7 മാസത്തേക്കും, എല്ലാ ക്വാർട്ടർ എൻഡ് ആണെങ്കിലോ 4.5 മാസത്തേക്ക് വെച്ചാണ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇഫ് ദി ഡേറ്റ് ഓൺ വിച്ച് എമൗണ്ട് ആർ
drawn not given, then interest to be charged for 6 months. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല ചോദ്യത്തിലും പല ചാപ്റ്ററിലും ഇത് നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻസിൽ അവരൊന്നും പറയില്ല. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യണം. കാരണം കൂടുതൽ ഡൗട്ട് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ഓൺലൈനിൽ വരും. ശരി, എന്തുകൊണ്ട് 6 മാസം ചോദ്യത്തിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് ചോദ്യത്തിൽ പറയുന്നില്ല. എപ്പോഴാണ് പാർട്ട്നേഴ്സ് വിഡ്രോ എമൗണ്ട് പറയുന്നുണ്ട്. 3000 വിഡ്രോ ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10%. പക്ഷേ ഈ 3000 വിഡ്രോ എപ്പോഴാണ് ചോദ്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6% വെച്ചിട്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 12,000 എ എന്ന് പറഞ്ഞ പാർട്ട്ണർ 12,000 വിഡ്രോ ചെയ്തു ടോട്ടൽ ഒരു വർഷത്തിൽ. ഓക്കെ, 10% ഇൻട്രസ്റ്റ്. പക്ഷേ ഡ്രോയിങ്സ് ചെയ്ത ഡേറ്റ് പറഞ്ഞില്ല. ആ 12,000 എപ്പോഴാണ് വിഡ്രോ ചെയ്തത്, ഒരു ഡേറ്റിനാണോ അല്ലെങ്കിൽ കുറച്ച് വർഷമായിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ഈ 12,000 ഇവൻ എല്ലാ മാസം, ഇപ്പം 12,000 ഒരു മാസത്തിൽ 1000 അല്ലേ, ഈ 1000 എല്ലാ മാസം പകുതിക്ക് വെച്ച് വിഡ്രോ ചെയ്ത പോലെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ടോട്ടൽ 12 ഒരു മാസത്തോടെ 1000 അല്ലേ. അപ്പോൾ 1000 ഇവൻ എല്ലാ മാസം പകുതിക്ക് വെച്ച് വിഡ്രോ ചെയ്തു. അപ്പോൾ നോക്കി, എല്ലാ മാസം പകുതിക്ക് 1000 വെച്ച് വിഡ്രോ ചെയ്യുമ്പോൾ ടോട്ടൽ 12,000. അങ്ങനെ എല്ലാ മാസം പകുതിക്ക് വെച്ച് ഇൻട്രസ്റ്റ് ആൾക്ക് എത്ര മാസത്തേക്ക് കാണാം, 6 മാസത്തേക്കല്ലേ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 6 months. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഓർത്ത് വെക്കുക. ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് ചോദ്യത്തിൽ പറഞ്ഞില്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണുമ്പം 6 monthലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പം ഇത്ര കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് P&L അപ്രോപ്രിയേഷൻ. ഏതൊക്കെ കൊണ്ടാണ് P&L അപ്രോപ്രിയേഷൻ കൊണ്ടാണ് വരിക.